ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വാൻക്യൂഷർ. അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഫൈനൽ കീ വന്നു. അതിൽ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതുപോലെ ആൻസർ ചേഞ്ച് വന്നത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ നോക്കുന്നത് ഫൈനൽ കീ പ്രകാരമുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? മാർത്താണ്ഡവർമ്മ കർഷകരായിട്ടുള്ള സൈനികർക്ക് നൽകിയത് ഇറയിളിയാണ്. ഇറയിളി എന്ന നികുതി ഇളവാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നത് മലബാറാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? നവാശെവയിലേക്കാണ്. അത് 2025 ജൂണിൽ എന്ന് മാറ്റി വായിക്കുക. ഫൈനൽ ആൻസർ കീ പ്രകാരം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം. തെറ്റാണ്. അതുപോലെ സംവഹനവും ഇതിൽ പെടുന്നതല്ല. അഭിവഹനമാണ് കറക്റ്റ്. ഓപ്ഷൻ എ 1 ശരി എന്നുള്ളതാണ് ആൻസർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇതിൽ ബംഗ്ലാദേശ് എന്നായിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം PSC കൊടുത്തിരുന്നത്. അത് ഫൈനൽ ആൻസർ കീ പ്രകാരം അഫ്ഗാനിസ്ഥാനാണ്. ശരിയായിട്ടുള്ള ഉത്തരം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. കിഴക്കേ അറ്റത്ത് 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി. പഞ്ചാബ് ഹരിയാനയാകുമ്പോൾ അത് സിന്ധു നദിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? PSC ആദ്യം ആൻസർ കൊടുത്തിരുന്നത് ഭക്രാനങ്കൽ എന്നായിരുന്നു. ഇവിടെ ബെഗ്ലിഹാർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫൈനൽ ആൻസർ കീ പ്രകാരം ബെഗ്ലിഹാർ എന്ന് ആക്കിയിട്ടുണ്ട്. ഓപ്ഷൻ സി 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? വേതന തൊഴിൽ പദ്ധതി ജീവനമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? ക്വസ്റ്റ്യൻ തെറ്റാണ്. സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് JA ഷുംപീറ്റർ ആണ് ആൻസർ വരേണ്ടത്. അപ്പം ഇവിടെ നഷ്ടപരമായ നശീകരണം എന്നുള്ളത് കൊണ്ട് തന്നെ PSC ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? ഓപ്ഷൻ ബി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. പുതിയ SCERT പുസ്തകത്തിലുള്ളതാണ്. അടുത്തതും പുതിയ SCERT പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളാണ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ഇതും SCERT പുസ്തകത്തിലേതാണ്. ബ്രെഡ്ലാൻഡ് കമ്മീഷനാണ് ശരിയായിട്ടുള്ളത്.
നേരത്തെ PSC സുസ്ഥിര വികസനം എന്ന് പറഞ്ഞ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ബ്രെഡ്ലാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രെഡ്ലാൻഡ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ SCERTയിലുണ്ട്. നമുക്ക് ചിലപ്പം പരീക്ഷാ ഹാളിലിരിക്കുമ്പം ബ്രെട്ടൺ വുഡ് സമ്മേളനം ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഇതായി ചിലപ്പോൾ അത് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഓർത്തിരിക്കുക, സുസ്ഥിര വികസനം ബ്രെഡ്ലാൻഡ് കമ്മീഷനാണ്. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ സംഘവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായം മൈക്രോ ഫിനാൻസ് ആണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചിട്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഓപ്ഷൻ എ ഗുരജഡ അപ്പറാവു ആണ് ഈ വരികൾ എഴുതിയത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ്. ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുക, ഇതൊക്കെ 19 വരുന്നതാണ്. ഇപ്പോൾ വരാത്തത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അത് ആർട്ടിക്കിൾ 14 സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖത്തിലാണ്. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പുനാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റേതാണ്. ഇവിടെ ചുവപ്പ് നാട എന്നുദ്ദേശിക്കുന്നത് ഔദ്യോഗിക നടപടികൾക്ക് വരുന്ന കാലതാമസത്തിനെയാണ്. ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട് PSC. ഇനി അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയം വനം, സൈബർ നിയമങ്ങൾ, സെൻസസ്, ജയിലുകൾ, ഇത്രയുമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സെൻസസ് ആണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ ജയിലുകൾ, കൺകണ്ട് ലിസ്റ്റിൽ വരുന്നത് വനം, അവശിഷ്ടാധികാരം, സൈബർ നിയമങ്ങൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. തെറ്റാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. അതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. അതുപോലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? 1993-ലാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ്. ശരിയാണ്. തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. 2ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷണധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അന്ത്യോദയ അന്ന യോജന പദ്ധതിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യരാണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ഇത് ഗസ് ചെയ്ത് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ളത് എടുക്കാനായിട്ട് പറ്റും. ശ്രീമൂലം
തിരുനാൾ രാജാവ് 46 ഭരിക്കുന്നുണ്ടോ? 1946 ശ്രീമൂലം തിരുനാൾ രാജാവുണ്ടോ? ഇല്ല. അപ്പം ചിത്തിര തിരുനാളാണ് നമുക്ക് ലാസ്റ്റ് ഭരിച്ചത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ് എന്ന് പറയുന്നു. തെറ്റാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്. ആണോ? തെറ്റ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. തെറ്റ്. 30 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. അപ്പോൾ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ പ്രസ്താവനകളും ഇവിടെ തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. MGNREGA പൂർണ്ണരൂപം ഏത്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. ശരിയാണ്. 2018 ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. 2019 നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇപ്പോൾ ജമ്മുകാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ശരിയാണ്. ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക പാർട്ടിയാണ്. അതും ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ സി 2 മാത്രമാണ് ഇവിടെ തെറ്റ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തോടെ അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കേരളമാണ്. സുരക്ഷാ നയം ഏതിൻ്റെ മുദ്രാവാക്യമാണ്? ക്വസ്റ്റ്യൻ തെറ്റാണ്. സുരക്ഷായനം ഏതിൻ്റെ മുദ്രാവാക്യം എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് KSDMA ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് തന്നെ ഡിലീറ്റഡ് ആണ്. അടുത്തത് SCERT പുസ്തകത്തിലേതാണ്. CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ഇത് ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെയ്യപ്പെടുത്തൽ, അതുപോലെ ഘോര ചികിത്സ, ഇതെല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക. BCG ഹെപ്പറ്റൈറ്റിസ് ബി ആണോ? ക്ഷയരോഗത്തിനല്ലേ BCG? OPV പോളിയോ, അത് കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. OPV പോളിയോ എന്നുള്ളതാണ് ശരി. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? CFC ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. ഓപ്ഷൻ എ ആണ് ശരി. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു കാരണവുമില്ലാതെ PSC ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഉത്തരമുണ്ട്. ചോദ്യം കറക്റ്റാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക. തെറ്റാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുക. തെറ്റാണ്. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ശരി. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. തെറ്റാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് താഴെ. ശരിയായിട്ടുള്ളത് എടുക്കാനാണ്. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ശരിയാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. തെറ്റാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിത അവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. തെറ്റാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ശരിയാണ്. നമ്മളോട് ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? പരിസ്ഥിതി മലിനീകരണം അല്ല, പ്രകൃതി ദുരന്തങ്ങൾ അല്ല, അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണശീലം, അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം
5.6-ൽ താഴെയായിരിക്കും വരിക. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? വളരെ സിമ്പിളാണ്, 3-ാം ചലന നിയമമാണ്. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ആവൃത്തി എന്നാൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഗാമ കിരണത്തിനാണ്. ഓപ്ഷൻ എ ആണ് ശരി. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം 0 m/s² ആണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR-450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈനയാണ്. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 132 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ GMM ആണ് നോക്കേണ്ടത്. 132 ഡിവൈഡ് ബൈ കാർബൺ ഡയോക്സൈഡിൻ്റെ GMM എത്രയാണ്? 44 ആണ്. അപ്പം ചെയ്യുമ്പോൾ 3 മോൾ എന്ന് കിട്ടും. അപ്പം ഓപ്ഷൻ സി 3 മോളാണ് ആൻസർ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര്? അതിപൂരിത ലായനി എന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? അൽനിക്കോയാണ്. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം? ഓപ്ഷൻ ബി അസറ്റിലിൻ ആണ്. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത്? ഓപ്ഷൻ സി ആൽഫാഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? പണിയ നൃത്തമുണ്ട്, പളിയ നൃത്തമുണ്ട്, ഇരുള നൃത്തം, മംഗലം കളിയുണ്ട്, അതുപോലെ മലപ്പുലയാട്ടം ഉണ്ട്. ഇതിൽ 5-ാമത്തെ മിഥുവ നൃത്തം മാത്രമേ ഉള്ളൂ ഇതിലില്ലാത്തത്. ഓപ്ഷൻ ഡി 1, 2, 3, 4, 6 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ, ഇത്രയും പേരും വരുന്നുണ്ട്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലമാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. നിരീശ്വരൻ എഴുതിയത് VJ ജെയിംസ് ആണ്. മീശ S ഹരീഷിൻ്റേതാണ്. 1 D 2 C 1 D 2 C വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ ഓപ്ഷൻ ഇ NS മാധവൻ്റേതാണ്. അതുപോലെ സമ്പർക്ക ക്രാന്തി V ശിരിലാലിൻ്റേതാണ്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം ശരിയാണ്. വൃശ്ചികോത്സവം തളി ക്ഷേത്രം കോഴിക്കോട് തെറ്റാണ്. പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പഴശ്ശിനിക്കടവ് ശരിയാണ്. പൈങ്കുനി ഉത്സവം കൽപ്പാത്തി പാലക്കാട് തെറ്റാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡികൾ. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. 1ഉം 2ഉമാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ലിബ്രിയോഫീസ് ഇംപ്രസ് ആണ്. ഡാഷ് ഒരു സ്വതന്ത്ര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ്. ഓപ്ഷൻ എ ഡയസ്പൊറയാണ്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഡീപ് സീക്ക് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ സി അമരാവതിയാണ് ആൻസർ. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഓപ്ഷൻ ബി ഒന്നു മാത്രം, സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത്? ഇത് ഡിലീറ്റഡ് ആണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? 338 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഗാർഹിക പീഡന നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം, എല്ലാം ശരിയാണ്. ഇതിൽ എല്ലാവർക്കും പരാതി നൽകാം. എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ 4 മാത്രം എന്നുള്ളത് ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം? ഓപ്ഷൻ സി ആണ് ആൻസർ, 18 വയസ്സിന് താഴെ. 2 മാത്രം എന്നുള്ള ആൻസർ, 2 മാത്രം ആണ് എന്നുള്ളതാണ് ആൻസർ. 18 വയസ്സിന് താഴെയാണ്. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണ് എന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് 283 റിപ്പോർട്ടാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ S2D രക്ഷിതാവ് എന്ന് പറയുന്നത് ജന്മം നൽകിയ രക്ഷിതാവും ദത്ത് എടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും. ഓപ്ഷൻ സി ആണ് ആൻസർ, ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 71-ൻ്റെ ആൻസർ പറഞ്ഞു പോവുകയാണ്. 71-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ. 72-ൻ്റെ ആൻസർ 61.3 ഇൻറ്റു 10⁵ ആണ്. 73-ൻ്റെ ആൻസർ 6 മണിക്കൂർ 40 മിനിറ്റ്. 74-ൻ്റെ ആൻസർ XYZ⁻12 ആണ്. 75-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 5350. ഓപ്ഷൻ ഡി 5350 ആണ് ആൻസർ. 76-ൻ്റെ ആൻസർ 44. 77 NIK. ഓപ്ഷൻ എ NIK. 78-ൻ്റെ ആൻസർ 481 ആണ്. ഓപ്ഷൻ ബി 481. ഒറ്റയാനെ കണ്ടെത്താനാണ് അടുത്തത്. അത് ഓപ്ഷൻ ഡി NORGAE എന്നുള്ളതാണ്. 80-ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 20/1/2021. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദി ക്രിറ്റിസിസം. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ലാഫിങ് അറ്റ് ദി ക്രിറ്റിസിസം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇഫ് ഐ ഹാവ് ദി മണി ഐ വിൽ ബൈ എ ന്യൂ ഡ്രസ് ഫോർ യു. ഓപ്ഷൻ എ വിൽ ബൈ ആണ് ആൻസർ. മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. ഇത് ആൻസർ ചേഞ്ച് വന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം PSC ഹാഡ് ബീൻ ലിവിങ് ആയിരുന്നു കൊടുത്തിരുന്നത്. അത് ഹാസ് ബീൻ ലിവിങ് എന്നുള്ളത് ആക്കിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ പോയം ടെംപ്സ് ദ റീഡേഴ്സ് ടു പോണ്ടർ. പോണ്ടർ കഴിഞ്ഞ് വരിക ഓവർ ആണ്. പോണ്ടർ ഓവർ ദി ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ് ബിബ്ലിയോഫിലയാണ്. അടുത്തത് കറക്റ്റ് സ്പെൽറ്റ് വേർഡ് വാക്യൂം എഴുതുന്നത് VACUUM ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് വിസേ വിസ് എന്ന ഫോറിൻ ഫ്രേസിന് അർത്ഥമാക്കുന്നത് ഇൻ റിലേഷൻ ടു എന്നാണ്. ഷീപ്പ് ഫ്ലോക്ക് ആണെങ്കിൽ ഫിഷ് സ്കൂളാണ്. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹിസ് ഫാദർ ആസ്ക്ഡ് ഡു യു തിങ്ക് യു നോ ദി ലെസൺ ബെറ്റർ ദാൻ യുവർ ടീച്ചർ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഹിസ് ഫാദർ ആസ്ക്ഡ് വെദർ ഹി തോട്ട് ഹി ന്യൂ ദി ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ എന്നുള്ളതാണ്. അടുത്തത് RDX എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ്. ഇനി 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം. സ്നുഷ. ഓപ്ഷൻ സി സ്നുഷയാണ്.
വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദം വൈയാകരണൻ. അത് ഓപ്ഷൻ ബി വൈയാകരണനാണ് ആൻസർ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ലേഖകൻ ലേഖിക കറക്റ്റാണ്. സ്വാമി സ്വാമിനി ശരിയാണ്. ദേവൻ ദേവി ശരിയാണ്. ജനകൻ ജാനകി തെറ്റാണ്. ജനകൻ എന്താ വരിക? ജനകൻ എന്ന് പറഞ്ഞാൽ പിതാവല്ലേ, അപ്പം ജനനിയാണ് അതിന് വരേണ്ടത്. കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സൗവർണം. അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി. ഭരതവാക്യം ചൊല്ലുക. ഓപ്ഷൻ എ ഭരതവാക്യം ചൊല്ലുക എന്നുള്ളതാണ് അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. പരോപകാരം എന്ന പദം പിരിച്ചെഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? പര അധികം ഉപകാരമാണ് ശരി. ഓപ്ഷൻ ബി പര അധികം ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീതം ബഹിർമുഖനാണ്. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുള്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ആളറിഞ്ഞ് ദാനം ചെയ്യണം. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? കപോലം തലയോട്ടി എന്നുള്ളതാണ് തെറ്റ്. കപാലമാണ് തലയോട്ടി. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.